നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, നമുക്കിവിടെ രാഹുകേതു മാറ്റം സംഭവിച്ചു. 1196 ആണ്ട് കന്നിമാസം 7-ാം തീയതി, അതായത് 2020 സെപ്റ്റംബർ 23-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1:30 രാഹുകേതുക്കൾ എപ്പോഴും വക്രത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതായത് മിഥുനൻ രാശിയിൽ നിൽക്കുന്ന രാഹു ഇടവൻ രാശിയിലേക്ക് വക്രം, എന്നാൽ പിന്നോട്ട് വരിക. അങ്ങനെ രാഹു മാറുന്നതിൻ്റെ ഒപ്പം തന്നെ കേതുവും, ധനുരാശിയിൽ നിൽക്കുന്ന കേതു വൃശ്ചികൻ രാശിയിലേക്കും വക്രഗതി പ്രാപിക്കുന്നു. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ രാഹുകേതു മാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷങ്ങൾ, അതായത് ഇത്രയും കാലം ഗുണമുണ്ടായിരുന്നവർക്ക് ഇനി ദോഷമുണ്ടാകാൻ പോകുന്നവർക്ക്, അങ്ങനെയാണ് ഈ രാഹുകേതുക്കൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും അറിയേണ്ടത്, നമുക്ക് നവഗ്രഹ സങ്കല്പങ്ങളിൽ രാഹുകേതുക്കൾ, അതായത് 7 ഗ്രഹങ്ങളും അതുകൂടാതെ തമോ ഗ്രഹങ്ങളായ 2 ഗ്രഹങ്ങൾ, അതിനെ രാഹുകേതു എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ രാഹുകേതു, രാഹുവിനെ പൂജിക്കുക, കേതുവിനെ പൂജിക്കുക, ആ ഒരു കണക്കിലേക്ക് വരുമ്പോൾ രാഹു എന്നാൽ സർപ്പമാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. രാഹു സർപ്പമാണെങ്കിൽ ഇപ്പോൾ കേതുവും തലയില്ലാത്ത സർപ്പം തന്നെയല്ലേ? അപ്പോൾ നിങ്ങളത് അറിയേണ്ടത്, ഈ രാഹുകേതു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പുരാണ ഭാഷ്യം, ഇവിടെ ശാസ്ത്രം വേറെ രീതിയിലായിരിക്കും, അതുകൊണ്ടാണ് തമോ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും അന്ധവിശ്വാസ ജഡിലം എന്ന് പറയുന്ന ഈ ജ്യോതിഷശാസ്ത്രത്തിലൂടെ പറയുമ്പോൾ രാഹുകേതുക്കൾ, സിംഹികൻ എന്ന് പറയുന്ന അസുരൻ അമൃത് വേഷം മാറി വന്ന് ദേവന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷിച്ചു. അങ്ങനെ സൂര്യചന്ദ്രന്മാർ മഹാവിഷ്ണുവിന് കാണിച്ചു കൊടുത്തു. മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ഈ അസുരൻ്റെ ശിരസ് ഛേദിച്ചു. അതിനു മുമ്പ് അമൃത് വിഴുങ്ങിയതിനാൽ ഈ അസുരന് മരണം സംഭവിച്ചില്ല. അങ്ങനെ ആ സംഹികേയൻ എന്ന് പറയുന്ന അസുരനാണ് യഥാർത്ഥത്തിൽ അമൃത് ഭക്ഷിച്ചതുകൊണ്ട് തല രാഹുവായും ഉടൽ കേതുവായും മാറുന്നു. അപ്പോൾ ഇവിടെ രാഹു എന്നാൽ നമ്മൾ സർപ്പം എന്ന് കാണുന്നത് ഇത്രയും ഒരു അസുരഭാവം എന്നാൽ എന്താ? ക്രൂരതയുടെ പര്യായമായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ കണക്കാക്കുമ്പോൾ നമുക്ക് ഈ അസുരനെ അടക്കുന്നതിന് വേണ്ടിയുള്ള ദേവതയാണ് സർപ്പദേവതകൾ. അപ്പോൾ നമ്മളറിയണം, അല്ലാതെ കണ്ടിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നു, ഈ രാഹുവിനെ പൂജിച്ചു. രാഹുവിൻ്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ രാഹുവിനെ അടക്കുന്നതിന് വേണ്ടി സർപ്പദേവതകൾക്ക്, നാഗദേവതകൾക്ക് വഴിപാടുകൾ ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമാണത്. അല്ലാതെ എന്തിനാണെന്ന് അറിയണം. ഇതുകൊണ്ടാണ് രാഹുർദശ കാലഘട്ടം ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ട് ഭവിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ആ രാഹുർദശയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സർപ്പദേവതകൾക്ക്, നാഗദേവതകൾക്ക് വഴിപാട് ചെയ്തിട്ടാണ് ഈ രാഹുവിനെ അടക്കുന്നത്. ശരിക്കും രാഹുവിനെ അടക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ കേതുവിനെ അടക്കുന്നതിന് വേണ്ടി നമ്മൾ ഗണപതി ഭഗവാന് വഴിപാടുകൾ ചെയ്യുന്നു. അപ്പോൾ കേതുവിനെ അടക്കുന്നതിന് ഗണപതിയും, രാഹുവിനെ അടക്കുന്നതിന് സർപ്പദേവതകൾ. അവിടെയാണ് ശരിക്കുള്ള ബന്ധം വരുന്നത്. അപ്പോൾ അങ്ങനെ അറിയുക. അപ്പോൾ എന്തായാലും നമുക്ക് ഒറ്റ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, 2 എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ രാഹുകേതു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, രാഹുവിൻ്റെ സ്വക്ഷേത്രം, ഉച്ചക്ഷേത്രം എന്ന് വെച്ചാൽ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇടവം ഉച്ചം, കുംഭം ഉച്ചം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജ്യോതിഷ വഴികളിൽ അങ്ങനെ ഒരു കണക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രഹം ഉച്ചം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 7ാമത്തെ ഭാവം നീചം ചെയ്യുന്നു എന്ന കണക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രഹത്തിന് നീചം സംഭവിക്കണം. അതായത് രാഹു ഉച്ചം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് കേതുവിന് നീചം സംഭവിക്കണം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു കണക്കില്ല. ഏതൊരു ക്ഷേത്രത്തിലാണോ ഇവർ വന്ന് നിൽക്കുന്നത്, ആ ക്ഷേത്രം തന്നെ ഈ രാഹുകേതുക്കളുടെ ഉച്ചവും സ്വക്ഷേത്രവുമായി മാറുകയാണ്. ഉച്ചക്ഷേത്രം എന്നാൽ ജനിക്കുന്ന വീടായിട്ടും സ്വക്ഷേത്രം എന്നാൽ താമസിക്കുന്ന വീടായിട്ടും ഒരു പരിവർത്തനം സംഭവിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജ്യോതിഷം കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ജ്യോതിഷം കടന്നു പോകുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാനൊക്കെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പ്രേക്ഷകർ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ രാഹുവിന്
2ലേക്കും 12ലേക്കുമാണ് ദൃഷ്ടി പറയുന്നത്. മറ്റുള്ളവർ 7ലേക്ക് ദൃഷ്ടി പറയുന്നു. നമ്മളങ്ങനെ പറയുന്നില്ല. കേതുവിന് ദൃഷ്ടിയില്ല. എന്തുകൊണ്ട് നമ്മൾ 7ലേക്ക് ദൃഷ്ടി പറയുന്നില്ല എന്ന് വെച്ചാൽ, രാഹു 7ലേക്ക് നോക്കുമ്പോൾ കേതുവിനെ ആ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് രാഹുകേതുവിൻ്റെ ബലം ഇല്ലാതാകും. ഇവർ ഉടലിൽ നിന്നും തല വേർപെട്ട് വന്നതാണെങ്കിൽ പോലും രണ്ടുപേരും പരസ്പരം ശത്രുക്കളായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രാഹുകേതു ചിലരുടെയൊക്കെ ഗ്രഹനിലയിൽ രാഹുകേതുക്കൾ കാളസർപ്പയോഗം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ നിങ്ങളറിയേണ്ടത് എന്താ? ഇവർ ഈ പറഞ്ഞ കണക്കിന് രാഹുവിന് ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ, 7 എന്ന് പറഞ്ഞാൽ നേരെ നോക്കുക എന്നുള്ളതാണ്, നിവൃത്തി സ്ഥാനത്തേക്ക്. അങ്ങനെ രാഹുവിന് ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാളസർപ്പയോഗ ജാതകം, കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ഗ്രഹങ്ങളെയും കൂട്ടിലാക്കിയിട്ട്, അതായത് ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇവർ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഗ്രഹനിലയ്ക്കാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത്. അത് മോശമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിന് പല മിടുക്കൻ ജ്യോത്സ്യന്മാരും കാളഹസ്തിയിൽ പോയിട്ട് ഒരു 7 വർഷമോ 14 വർഷമൊക്കെ പോയിട്ട് എല്ലാ വർഷം പോയി അവിടെ രാഹുകേതു പൂജ ചെയ്യാൻ പറയും. അതുകൂടാതെ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ മൊത്തം അവിടെ കൊണ്ടുപോയിട്ട് തുണി കോണം അടക്കം അവിടെ അഴിച്ച് വേറെ പുതുവസ്ത്രം ധരിച്ച് വരാനൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഈ കാളസർപ്പയോഗ ജാതകം വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം രാഹുവിൻ്റെ കേതുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കാളസർപ്പയോഗം അല്ലാതെയാകും. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏതൊരു ക്ഷേത്രത്തിലും അവിടെ സർപ്പപ്രതിഷ്ഠയുണ്ടെങ്കിൽ അവിടെ നാഗദേവതകൾക്ക് വഴിപാട് ചെയ്താൽ മതിയാകും. അത് 100 പാലും കൊടുക്കുക. നമ്മുടെ ഭവനങ്ങളിൽ പൊടിച്ച പൊടി ഉപയോഗിച്ച് ചെയ്യുന്ന 100 പാലുമാണെങ്കിൽ അതിന് വിശേഷ ഗുണമുണ്ടാകും. അതുകൂടാതെ സർപ്പക്ഷേത്രങ്ങളുണ്ട്. ആ സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താലും തീരാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ കാളഹസ്തിയിൽ പോയിട്ട് മഹാദേവനെ തൊഴുണ്ടാകുന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. ഞങ്ങൾ എല്ലാ വർഷവും തിരുപ്പതിയും അതേപോലെ തന്നെ കാളഹസ്തിയൊക്കെ ദർശനം നടത്തുന്ന ആൾ തന്നെയാണ്. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങളൊരിക്കലും പോയിട്ട് ഈ കാളസർപ്പ യോഗം അല്ലെങ്കിൽ ഗ്രഹനിലയിൽ സംഭവിച്ചു, ചാരവശാൽ സംഭവിച്ചു, ലോകത്തിന് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു കണക്കുകളൊന്നുമില്ല. അപ്പം നമ്മൾ അറിയേണ്ടത് രാഹുകേതുക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ആസുരഭാവത്തിൽ നിൽക്കുന്ന ഒരു അസുരൻ അമൃത് ഭക്ഷിച്ചു പിന്നീട് ദേവഭാവത്തിലേക്ക് മാറി. അപ്പോൾ മാറിയെങ്കിൽ പോലും ആ ആസുരത കുറയാത്തത് കൊണ്ടാണ് ഈ ദശാകാലങ്ങൾ മോശമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സർപ്പങ്ങൾ തന്നെയാണ് അതിൻ്റെ അതിദേവതയായിട്ട് വരുന്നത്. ആ അതിദേവതയ്ക്ക് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാം. ഇതിൻ്റെ തുടർ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ രാഹുകേതു മാറ്റത്തിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നതായിരിക്കും. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.